ചിത്രം തെളിഞ്ഞു. ഇനി പോരാട്ട ചൂട്. തൃശൂരും പത്തനംതിട്ടയും ഒഴികെ സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങിയതോടെ പ്രചാരണം ചൂടുപിടിച്ചു. മികച്ച സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാൻ 3 മുന്നണികൾക്കും കഴിഞ്ഞതോടെ പോരാട്ടം തീപാറും. പ്രചരണത്തിൽ മുന്നിലുള്ള ഇടതുമുന്നണിക്കൊപ്പമെത്താൻ UDFും BJPയും രാപ്പകൽ ഭേദമന്യേ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ BJP സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ മണ്ഡലങ്ങളിൽ നിറഞ്ഞുകഴിഞ്ഞു. പാലക്കാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ പ്രചരണം തുടങ്ങിയിരുന്നു. കെ മുരളീധരന്റെ അപ്രതീക്ഷിത രംഗപ്രവേശത്തോടെ രാഷ്ട്രീയ യുദ്ധമായി മാറിയ വടകര പോര് തന്നെയാവും കേരളത്തിന്റെ ശ്രദ്ധ ഏറ്റവും പതിയുന്ന പോരാട്ടം. ഗവർണർ പദവി ഉപേക്ഷിച്ചെത്തിയ കുമ്മനം രാജശേഖരന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ തലസ്ഥാനം ഒരിക്കൽ കൂടി ത്രികോണപ്പോരിന്റെ ചൂടിലേക്കാണ് കടക്കുന്നത്. ജീവിതത്തിലുടനീളം കോൺഗ്രസ് അനുഭാവിയും ഗാന്ധിയനുമായിരുന്ന KS രാധാകൃഷ്ണന്റെ BJP സ്ഥാനാർത്ഥിത്വം ആലപ്പുഴയെ ശ്രദ്ധേയമാക്കുന്നു. ഹൈബി ഈഡനും P രാജീവിനും എതിരാളിയായി കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം തന്നെ എത്തിയതോടെ എറണാകുളവും ത്രികോണപ്പോരിന്റെ വാശിയിലാണ്. അല്പം കാത്തിരിക്കേണ്ടി വന്നെങ്കിലും മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണ് രംഗത്തിറങ്ങിയിരിക്കുന്നതെന്ന ആത്മവിശ്വാസം UDFനും BJPക്കുമുണ്ട്. ഇന്നു മുതൽ 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും പ്രചരണത്തിലേക്ക് കടക്കുന്നതോടെ കേരളത്തിൽ മീനച്ചൂടിനെ വെല്ലുന്ന രാഷ്ട്രീയ ചൂടുയരും. ന്യൂസ് ഡെസ്ക്, News 18.